ഗൈസ്, അപ്പോൾ എൻ്റെ സൗണ്ടെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു ജേർണലിങ് ആയാലോ. ഞാൻ പൊതുവേ ഇങ്ങനെ ചെയ്യുന്ന ആളെന്നല്ല, പക്ഷേ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഇപ്പോൾ കുറച്ച് കാലം മുന്നേ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് ജേർണലിങ്ങിൻ്റെ. ഇന്ന് നീണ്ട വൃത്തിയാക്കലിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ജേർണലിങ് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, മൂഡ് ട്രാക്കർ. അതാണ് അതിൻ്റെ ട്രെൻഡിങ്ങെല്ലാം കഴിഞ്ഞെന്ന് എനിക്കറിയാം, പക്ഷെ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയ്യിലെ മൂഡ് ട്രാക്കറാണ് ഞാൻ ചെയ്യുന്നത്. മെയ് ആയിട്ടില്ല, ഇനിയിപ്പോൾ 4-5 ദിവസം കൂടി അല്ലേ ഉള്ളൂ മെയ് ആവാൻ. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ പെൻസിൽ പോലും കാണൂല എന്ന് കിട്ടിയ അവസാനം. അപ്പോൾ നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ. മൂഡ് ട്രാക്കർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മൂഡ് ട്രാക്കർ ഓരോ മാസത്തെയും നമ്മൾ ഹാപ്പിയാണോ അൺഹാപ്പിയാണോ ഇങ്ങനെ ഓരോരോ ഇമോഷൻസ് ആണ് മൂഡ് ട്രാക്കർ. നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ കുറച്ച് പകുതി ആയിട്ടുണ്ട്, ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. കോപ്പി അടിച്ചതാണെന്ന് പറയരുത്. എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മൂഡ് ട്രാക്കറിൻ്റെ. അത് കണ്ടപ്പോൾ ഒരു ഇലയിൽ വെച്ചിട്ടുള്ള ചെയ്യുമായിരുന്നു. അത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വീഡിയോ കണ്ടത് ഇതേപോലത്തെ ഒരു സംഗതി. അത് എനിക്ക് വലിയ ഒരു റഫായിട്ട് അരച്ചാണ്. അത് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ വലിയ ലവ് വരയ്ക്കാൻ അറിയില്ല. അപ്പം ഞാൻ ഇത് വെച്ച് ചെയ്തതാണ്. എന്നാലും നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 9:33 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ബാക്കി ചെയ്യാം. അപ്പം നമ്മൾ സ്കെച്ച് വരക്കാണ്ട് ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ പെൻസിലെ കൊണ്ട് വരച്ചിട്ടുള്ള ലുക്ക് ഇതാണ്. ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.